പ്ലാസ്റ്റിക് നിരോധനത്തിൽ നീലഗിരി മോഡൽ വയനാട്ടിലും വരാൻ സാധ്യതയുണ്ടോ? സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഉയരുന്ന ചോദ്യമാണിത്. ഒരു തവണയെങ്കിലും നീലഗിരി ജില്ലയിലേക്ക് പോയവർക്ക് അറിയാൻ കഴിയും അവിടുത്തെ കർശനമായ പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ച്. 2020 മുതൽ നീലഗിരിയിൽ പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ കുപ്പിവെള്ളവും മറ്റും വിൽക്കുന്നതിന് വിലക്കുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, കപ്പുകൾ എന്നിവയ്ക്കുള്ള നിരോധനവും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ 19 വകഭേദങ്ങളിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിനും ഉപയോഗിക്കുന്നതിനും നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാടിന്റെ പരിസ്ഥിതി പ്രാധാന്യവും ടൂറിസം കേന്ദ്രങ്ങളുടെ സാന്നിധ്യവും കണക്കിലെടുക്കുമ്പോൾ നീലഗിരി മോഡലിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ മാതൃകയാക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 5 ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പിവെള്ളം, 2 ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് സോഫ്റ്റ് ഡ്രിങ്ക്, പ്ലാസ്റ്റിക് കുപ്പികളും പാത്രങ്ങളും നിരോധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിൽ ബത്തേരി ഉൾപ്പെടെ ജില്ലയിലെ 4 കേന്ദ്രങ്ങളാണുള്ളത്. പൂക്കോട് തടാകം, കർലാട് തടാകം, അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം എന്നിവയാണ് വയനാട്ടിലെ മറ്റിടങ്ങൾ. ഒരുപക്ഷെ നീലഗിരി മോഡൽ നിരോധനത്തിലേക്കുള്ള ഒരു തുടക്കം മാത്രമാകാം ഈ നിരോധനം. നിലവിൽ വയനാട്ടിൽ വിവിധ പദ്ധതികളിലൂടെ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നീലഗിരിയിലേതുപോലെ സമഗ്രമായ ഒരു നിരോധന സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല. വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് ഉപയോഗം നിയന്ത്രിക്കാൻ കർശന പരിശോധന നടത്തേണ്ടി വരും. ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപാരികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മുന്നൊരുക്കങ്ങളില്ലാതെ ഉത്തരവ് നടപ്പിലാക്കിയാൽ വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് വ്യാപാരികളുടെ ആശങ്ക.